ങ്ങളിലൂടെ കണ്ണോടിക്കുന്നവരാണെങ്കിൽ കഴിഞ്ഞ 4-5 വർഷമായി നമ്മുടെ മീഡിയയും ഇത് ആവർത്തിക്കുവാൻ ആരംഭിച്ചിട്ടുണ്ട് എന്ന സത്യം നിങ്ങൾക്കറിയാം. ഇന്ത്യ രാജ്യത്ത് തന്നെ ഉണ്ടായ പ്രത്യേകമായ സംഭവത്തെ രാം ജത്മലാനി നടത്തിയ പരാമർശവും ആ പരാമർശത്തോടനുബന്ധിച്ച് സൗദി അംബാസഡർ ഇറങ്ങിപ്പോയ സംഭവവുമെല്ലാം ഈ സംഗതികൾ കാണിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ലോകത്ത് ഒരേ തലച്ചോറിൽ നിന്ന് കടന്നു വരുന്ന ഒരേ തലച്ചോറിൽ നിന്ന് ഉണ്ടാകുന്ന ആശയങ്ങൾ പല തലങ്ങളിൽ ലോകത്തിന്റെ തലച്ചോറിലേക്ക് സമൂഹത്തിന്റെ തലച്ചോറിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യമാണത്. ഒന്ന്, ഏറ്റവും വലിയ ഭീകരൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നത്. 2, പരിശുദ്ധ ഖുർആൻ ഭീകരത പഠിപ്പിക്കുന്ന യാദർശമാണ് എന്നത്. ഖുർആനും സുന്നത്തും മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യ സംവിധാനം എല്ലാ അർത്ഥത്തിലും പ്രാകൃതവും അപരിഷ്കൃതവുമായ ഒരു സാമൂഹ്യ സംവിധാനമാണ് എന്ന പ്രചാരണം. അതോടൊപ്പം തന്നെ ഈ അപരിഷ്കൃതമായ ഈ എല്ലാ അർത്ഥത്തിലും പിന്നോക്കമായ ആധുനിക സമൂഹത്തിന് ഒരിക്കലും സ്വീകരിക്കുവാൻ സാധ്യമല്ലാത്ത ഈ സാമൂഹ്യ സംവിധാനത്തിന് ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മതമൗലികവാദികളാണ് എന്നത്. ആ മതമൗലികവാദികളിൽ എന്താണ് ഭീകരത ലോകവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത്. ഈ മതമൗലികവാദത്തിന്റെ ലോകത്തെ ഉദാഹരണമാണ് ലോകത്തെ മതമൗലികവാദത്തെ ലോകത്ത് വ്യാപിപ്പിക്കുന്ന ഒരു ടീമാണ് വഹാബികൾ എന്നത്. ഇതാണ് വളരെ സമർത്ഥമായി പല തലങ്ങളിലൂടെ പല രൂപങ്ങളിലൂടെ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ഇന്ന് ബിരുദത്തിന് വേണ്ടി പഠിക്കുന്നവർ, ബിരുദകാലം കഴിഞ്ഞ് നിങ്ങൾ സമൂഹത്തിലെ പച്ചയ യാഥാർത്ഥ്യങ്ങളുമായി സമൂഹവുമായി സംവദിക്കുവാൻ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് നേരിടേണ്ടത് ഈ രൂപത്തിൽ നേരത്തെ പറഞ്ഞ നാർസിസിസം തലക്ക് പിടിച്ച ഇസ്ലാമിനെ കുറിച്ച് ഈ തലത്തിൽ ചിന്തിക്കുന്ന ഒരു സമൂഹത്തെയാണ്. ഇവിടെയാണ് നമ്മുടെ ബാധ്യതയേറുന്നത്. തീർച്ചയായും ഇസ്ലാമിക ദഅവത്ത് എന്നത് നാം നിർവഹിക്കേണ്ട ഒരു ബാധ്യതയാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ ദഅവത്ത് ഈ സമൂഹത്തിൽ ഏതൊരു സമൂഹത്തിൽ നമ്മൾ നിർവഹിക്കുമ്പോഴും ആ സമൂഹത്തിന്റെ നാഡികളെ തിരിച്ചറിയുകയും ആ നാഡീമിടിപ്പുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഈ സന്ദേശങ്ങൾ അവതരിപ്പിക്കുവാൻ സാധിക്കുകയും ചെയ്യണം. അവിടെ നമുക്കെന്ത് ചെയ്യാനുണ്ട്? തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ അടിസ്ഥാനപരമായ ധാരണപ്പിശകുകളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഈ ധാരണകളെ തിരുത്തുവാൻ ആവശ്യമായ ബോധപൂർവമായ പ്രവർത്തനങ്ങളാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. ഇത് ഞാൻ സ്റ്റേറ്റ്സിനെ കുറിച്ച് പറഞ്ഞപ്പോ ലോകത്തിന്റെ അച്ചുതണ്ട് എന്നുള്ള രൂപത്തിൽ ആണ് ഞാൻ ഈ കാര്യങ്ങൾ അവിടെ നിന്ന് തുടങ്ങി വെച്ചത്. അതിനർത്ഥം ഇന്ന് തന്നെ ഇവിടെ ഇത് ആരംഭിച്ചിട്ടില്ല എന്നല്ല. തീർച്ചയായും കേരള സംസ്ഥാനത്ത് ഇന്ത്യയിൽ മറ്റെവിടെയുള്ളതിനേക്കാളും അധികം ഭൗതികമായി ബുദ്ധിപരമായി ഇസ്ലാമിനെ തമസ്കരിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുവേണ്ടി മാത്രമായി കേരള സംസ്ഥാനത്തിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് തന്നെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. അവിശുദ്ധ കൂട്ടുകെട്ടിൽ ക്രൈസ്തവ മിഷനറിമാർ സാമ്പത്തിക സഹായങ്ങൾ നൽകുകയും മുസ്ലിം യുക്തിവാദികൾ എന്ന് പറയുന്ന ഇസ്ലാമിനെ തമസ്കരിക്കുന്ന കാര്യത്തിൽ പരമാവധി പരിശ്രമിക്കുന്ന ആളുകൾ ആ സഹായത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുത്ത് വേലകളിൽ ഏർപ്പെടുകയും ചെയ്തുകൊണ്ട് ഉള്ള വളരെ സമർത്ഥമായ ഒരു അവിശുദ്ധ സങ്കരത്തിന്റെ പ്രോഡക്റ്റുകൾ ആണ് ഇന്ന് ഈ കേരളീയ സമൂഹത്തിന് ഇസ്ലാമിനെ കുറിച്ച് അറിവ് നൽകുന്ന പല കാര്യങ്ങളുടെയും അടിത്തറ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കൂട്ടുകെട്ട് പടച്ചുവിടുന്ന വെബ്സൈറ്റുകളും ഈ കൂട്ടുകെട്ട് പടച്ചുവിടുന്ന ബ്ലോഗുകളും ഈ കൂട്ടുകെട്ട് പടച്ചുവിടുന്ന ലേഖനങ്ങളുമാണ് പുതിയ തലമുറക്ക് ഇസ്ലാം എന്താണ് എന്ന് പരിചയപ്പെടുന്നതിന് വേണ്ടി ബുദ്ധിജീവികളിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാകുമ്പോൾ അവിടെ നമുക്കെന്ത് പ്രവർത്തിക്കുവാനുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും അവിടെ തന്നെയാണ് നമ്മുടെ പ്രവർത്തനത്തിന്റെ യഥാർത്ഥത്തിലുള്ള കേന്ദ്രം. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും പ്രശ്നവുമായി മിലിറ്റന്റ് ഹിന്ദുയിസത്തെ ആണ് എല്ലാവരും അവതരിപ്പിക്കാറുള്ളത്.
മിലിറ്റന്റ് ഹിന്ദുയിസം തീർച്ചയായും ഒരു പ്രശ്നമാണ്, സാമൂഹ്യ പ്രശ്നമാണ്. അത് മുസ്ലിങ്ങളുടെ മാത്രമല്ല, സമൂഹത്തിന്റെ തന്നെ, മതേതരത്വത്തിന്റെ തന്നെ പ്രശ്നമാണ്. പക്ഷേ ആ മിലിറ്റന്റ് ഹിന്ദുയിസം എന്നത് കേവലമായ ഒരു മുസ്ലിം വിരോധത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. മറിച്ച് ഇസ്ലാമിനെ തമസ്കരിച്ചുകൊണ്ട് തന്നെ, ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണയുണ്ടാക്കിക്കൊണ്ട് തന്നെ, ഇസ്ലാമിനെ കുറിച്ച് വളരെ മോശമായ ധാരണകൾ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് തന്നെയാണ് മിലിറ്റന്റ് ഹിന്ദുയിസം വളരുന്നത്. ഈ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണ സൃഷ്ടിക്കുവാൻ മിലിറ്റന്റ് ഹിന്ദുയിസത്തിന് ഇന്റലക്ച്വൽ സപ്പോർട്ടായി നിലകൊള്ളുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ അവിശുദ്ധ കൂട്ടുകെട്ടാണ്. ഇവിടെയാണ് ദാർശനികമായി തന്നെ ഇസ്ലാം വിരുദ്ധരെ എങ്ങനെ പ്രതിരോധിക്കണം എന്ന തലത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആ രംഗത്ത് ഏറെ ചെയ്യാൻ കഴിയും ഇപ്പോൾ മുതൽക്ക് തന്നെ. നിങ്ങൾക്കറിയാം, ഇന്ന് നെറ്റ് ബേസ്ഡ് ആയ ഇൻഫർമേഷൻ ഹൈവേയുടെ കാലഘട്ടമാണ്. തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ തന്നെ കാര്യങ്ങളെ രണ്ടായി കണ്ടുകൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ രണ്ട് രൂപത്തിൽ സംഗതികളെ മനസ്സിലാക്കുന്ന ഒരു സാമൂഹ്യ സംസ്കാരം വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ചാനലുകൾ ഇന്ന് ആർക്കും ബൗദ്ധികമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപാധിയല്ല. ചാനലുകൾ മാറിക്കൊണ്ടിരിക്കുന്നത് കേവലം എന്റർടൈൻമെന്റിന്റെ തലത്തിലേക്കാണ്. ന്യൂസ് ഒരു ഭ്രാന്തായി മാറുന്ന ആളുകൾക്കും ന്യൂസ് കാണൽ ഒരു ലഹരിയായി തീരുന്ന ആളുകൾക്കുമല്ലാതെ ചാനലുകളോട് താല്പര്യമില്ലാത്ത ഒരു തലത്തിലേക്കാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മറിച്ച് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് പോലെ, ഒരാൾക്ക് അറിവ് നേടിയെടുക്കണമെങ്കിൽ, ലോകത്തെ മനസ്സിലാക്കണമെങ്കിൽ, കാര്യങ്ങളിലുള്ള യഥാർത്ഥത്തിലുള്ള തലമെന്താണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ നെറ്റിലേക്കാണ് ശ്രദ്ധിക്കുന്ന, ഇന്റർനെറ്റിൽ ബ്രൗസ് ചെയ്യുന്ന ഒരു കാലം. അവിടെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിനെ നിങ്ങൾ സെർച്ച് ചെയ്താൽ, ഇസ്ലാമിനെ അറിയാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കുന്നുകൂടി ലഭിക്കുന്നത് ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണകൾ മാത്രമുള്ള ഒരുപാട് സാധനങ്ങൾ. ഇവിടെ നമുക്കെന്ത് ചെയ്യാനുണ്ട്? തീർച്ചയായും അവിടെയാണ് ടെക്നോളജിയും ബുദ്ധിയും ഒരേപോലെ നമ്മൾ വർക്ക് ചെയ്യേണ്ട രംഗം. തീർച്ചയായും അവിടെ ഒരു ബ്ലോഗിലൂടെ, ഒരു സൈറ്റിലൂടെ, ഒരു പോസ്റ്റിലൂടെ, ഒരു ഫേസ്ബുക്കിലൂടെ നിങ്ങൾക്ക് തിരുത്താൻ കഴിയുന്നിടങ്ങളിൽ തിരുത്തുവാൻ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ബാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അവിടെയെല്ലാം പുതിയ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് ആ വിമർശനങ്ങളുടെ വേരുകൾ മനസ്സിലാക്കി അതിനോട് പ്രതികരിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. തീർച്ചയായും ശാസ്ത്രീയമായ അടിസ്ഥാനപരമായ അവബോധവും മതപരമായ അറിവും ഇത്തരം പ്രോഗ്രാമുകളിലൂടെ ലഭിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് ആ അറിവ് വർദ്ധിപ്പിച്ചെടുത്ത് ഈ ഇസ്ലാമിനെതിരെയുള്ള ബുദ്ധിപരമായ ആക്രമണങ്ങളെ വളരെ കൃത്യമായി പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവർ നിങ്ങളാണ്. ഈ സമൂഹത്തിന്റെ ക്രീമായിട്ടുള്ള നിങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറഞ്ഞപ്പോ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ സംസാരിച്ചപ്പോ അയാളുടെ കൈവെട്ടാൻ ഏതൊരു ഭീകരനും സാധിക്കും. പക്ഷേ ആ കൈവെട്ടും കൂടി നിർവഹിക്കപ്പെടുന്നതോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏതൊരു തലത്തിലാണോ അവതരിപ്പിക്കുവാൻ വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾ ശ്രമിച്ചത്, ആ അവതരണത്തിന് ഉപോത്ബലകമായ ഒരു തെളിവ് കൂടി കൊടുക്കാൻ കഴിഞ്ഞു എന്നല്ലാതെ മറ്റൊന്നും സാമൂഹ്യമായി സംഭവിച്ചിട്ടില്ല. അവിടെയാണ് നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ കാതൽ സ്ഥിതി ചെയ്യുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥത്തിലുള്ള ചിത്രം അവതരിപ്പിക്കുവാൻ ആരാണ് ആ സമയത്ത് പരിശ്രമിച്ചത്? നിങ്ങൾക്കുള്ള തലങ്ങളിൽ വെച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതത്തെ കടിച്ചു കീറുന്ന ബ്ലോഗുകൾ ഉണ്ടായപ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ഓരോ വശങ്ങളെയും മോശമായി അവതരിപ്പിക്കുന്ന സൈറ്റുകൾ ഉണ്ടായപ്പോൾ നിങ്ങൾക്കുള്ള അറിവനുസരിച്ച് നിങ്ങൾ അതിനോട് പ്രതികരിച്ചുവോ? നിങ്ങൾക്ക് ഹിറ്റ് ചെയ്യാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ഹിറ്റ് ചെയ്തുവോ? ഇസ്ലാം വിരുദ്ധർ ആ വിഷയം വളരെ മോശമായി കാർട്ടൂണുകളിലൂടെ, പ്രസിദ്ധീകരണങ്ങളിലൂടെ, ബ്ലോഗുകളിലൂടെ ചർവണം ചെയ്ത് ആളുകളുടെ മുന്നിൽ ഇത് വളരെ മ്ലേച്ഛമായി അവതരിപ്പിച്ചപ്പോൾ, പ്രവാചകനെ വളരെ മോശമായി അവതരിപ്പിച്ചപ്പോൾ മക്ക കാലഘട്ടത്തിൽ ആണ് മുഹമ്മദ് നബി കാരുണ്യത്തിന്റെ പ്രവാചകനായത് എന്നും മദീനയിലെത്തിയപ്പോഴേക്ക് ഭീകരനും നികൃഷ്ടനുമായി തീർന്നുവെന്നുമുള്ള ആശയങ്ങൾ
തെളിവുകൾ എന്ന് പറയുന്ന, തെളിവുകൾ എന്നവർ വിളിക്കുന്ന വാറോലകളുടെ അടിസ്ഥാനത്തിൽ അവർ സമർത്ഥിക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ